വരണം. താങ്ക്സ് പറയാനാ വന്നത്. പ്രിൻസിപ്പലിനും ടീച്ചേഴ്സിനൊക്കെ വളരെ ഇഷ്ടമായി. കോളേജിലേക്ക് നിങ്ങളെ വിളിക്കണമെന്ന സ്റ്റുഡൻസ് ഒക്കെ പറയണേ. ഞങ്ങളാ നിങ്ങൾക്ക് താങ്ക്സ് പറയേണ്ടത്. ഇത്രയും നല്ലൊരു ഓഡിയൻസ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രോഗ്രാമിന്റെ ഫോട്ടോസ് എവിടെ? സിനിമയിൽ ട്രൈ ചെയ്തൂടെ? ആഗ്രഹമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ. ശരി. സക്സസ് കണ്ടോ? ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പോയത്. അതാണ് അതിന്റെ ഒരു ഏത് മനസ്സിലായോ? എന്ത് മനസ്സിലായോ എന്ന് ആദ്യം നീ ഒന്ന് പറയാൻ നിൽക്ക്. നിന്റെ അസുഖം ഞങ്ങൾക്ക് മനസ്സിലായി. ആ കുട്ടിക്ക് നിന്നോട് എന്തോ സ്പെഷ്യൽ ആയിട്ടുണ്ടെന്നായിരിക്കും. കറക്റ്റ്. ഒരു കറക്റ്റും ഇല്ല. അതൊക്കെ നിന്റെ തോന്നലാ വേണു. കലാകാരന്മാർക്കെല്ലാം ഉള്ളത് ഈ ഒരു കുഴപ്പം. എടാ, കലാകാരന്മാരെന്ന നിലയ്ക്ക് നമ്മളെ എല്ലാവരും ലക്ഷ്മിക്ക് ഇഷ്ടമാണ്. നീ ഒരു ഗായകനായതുകൊണ്ട് കുറച്ച് താല്പര്യം കൂടുതൽ കാണുമായിരിക്കും. അതുവരെ ഓക്കെ എന്ന് കരുതി ഒരു പ്രേമത്തിന്റെ കളർ അതിന് കൊടുക്കുന്ന വിവരക്കേടാണ്. ചേടാ, ഇതെല്ലാം പറയുന്നത് നിങ്ങളല്ലേ? അല്ല, നിന്റെ തുള്ളിച്ചാട്ടം അത് ഉദ്ദേശിച്ച് തന്നെ ആയിരുന്നു. ഞങ്ങൾ കളിയാക്കൊന്ന് പേടിച്ച് പെന്മാറരുത്. ശരി, പ്രേമമാണെന്ന് ഞാൻ പറയുന്നത് തന്നെ വെച്ചോ. എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. പ്രേമവും ഇല്ല, ഒരു ചുക്കുമില്ല എന്ന് ഞങ്ങൾ പറയും. അത്രേ ഉള്ളൂ. എടാ അണ്ണന്മാരെ, ഈ പെൺകുട്ടികളുടെ മനഃശാസ്ത്രം കുറച്ചൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആര് വേണമെങ്കിലും തർക്കിച്ചോ, ആ കുട്ടിക്ക് എന്നോട് വ്യക്തിപരമായ ഒരു താല്പര്യം ഉണ്ട്. സൈക്കോളജി കുറെയൊക്കെ ഞങ്ങൾക്ക് വശമുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇത് പ്രേമമല്ല, ഒരു തരം ആരാധന. ആ ആരാധന പ്രേമമായി മാറിക്കൂടുന്നുണ്ടോ? ബുദ്ധിമുട്ടാണ്. ആ ശരി, നില്ല്. നിനക്ക് അത്രയ്ക്ക് വലിയ വിശ്വാസമാണെങ്കിൽ ഒന്ന് തെളിയിക്കാവൂ. അതിനൊന്നും ഞാനില്ല. അതിനുള്ള ഗട്സില്ലെന്ന് പറ. ഗട്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇത്രയും നേരം ഞാൻ മിണ്ടാതിരിക്കായിരുന്നു. ഇവന്മാരെ മുടങ്ങനായും കേട്ടുണ്ട്. വേണു, നീ ധൈര്യമായിട്ടില്ലേ? അതെ. ശരി, ആ കുട്ടിക്ക് എന്നോട് പ്രേമമാണെന്ന് പ്രൂവ് ചെയ്താലോ? അന്ന് ഞാൻ ഈ പണി നിർത്തും. പ്രേമമല്ലെന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്താലോ? എന്നാൽ അന്ന് മുതൽ ഷക്കീർ ബായും ബാവും ഈ പണി നിർത്തും. അയ്യടാ, ഒരു തമാശക്കാരൻ. ശരി, സമ്മതിച്ചു. ഞാൻ പണി നിർത്തും. ഷക്കീർ ബായി വെറ്റി കെട്ടിയത് നില്ല്. ഒരൊറ്റ കണ്ടീഷൻ മാത്രം. പന്തയത്തിനിടയിൽ പരസ്പരം പാരമണിയരുത്. അങ്ങനെ ഒരു കണ്ടീഷൻ ഒന്നും വെക്കാൻ പറ്റില്ല. അവരവരാൽ കഴിയുന്ന രീതിയിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അത് പറ. ലക്ഷ്മിയുടെ മൂവ്മെന്റ്സ് ഒന്ന് വാച്ച് ചെയ്യണം. ഏതു വഴിയാണ് കോളേജിൽ പോകുന്നത്? നടന്നാണോ, കാറിലാണോ? ഒപ്പം ആരെല്ലാം ഉണ്ടാവും? ട്യൂഷന് പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ്? അമ്പലത്തിൽ പോകാറുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് അമ്പലത്തിലാണ്? എക്സെട്രാ എക്സെട്രാ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള പ്രയോജനം ഉണ്ട്. പറയാം. നീ മുമ്പേ നടക്ക്. മധുരം നിന്നരുമപ്പൂടി നീ തേടുവതാരെ ആരെ മാനസം. രക്ഷയില്ല. ഇതൊക്കെ പഴയ സിനിമയിൽ നമ്പറല്ലേ? അല്ലെ ഒരു പുതിയ നമ്പർ ഇട്ടാലോ? ഒരു ആഫ്രിക്കൻ സോങ്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു.
ലക്ഷ്മി എന്താ ഇവിടെ? 2-3 ദിവസമായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ വേണം ഇത്ര വലിയൊരു ഡിപ്രഷൻ? എന്തിനാണ് ഇപ്പൊ കരഞ്ഞത്? കരഞ്ഞെന്നോ? ആര്? ഞാനോ? ലക്ഷ്മിക്ക് തോന്നിയായിരിക്കും. എനിക്കൊരു കുഴപ്പമില്ല. ഐ എം ഹാപ്പി, വെരി വെരി ഹാപ്പി. വേണ്ട, ഒന്നും വിളിക്കാൻ ശ്രമിക്കണ്ട. കുറച്ച് ദിവസമായിട്ട് വേണു അറിയാതെ ഞാൻ വേണുവിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പറയൂ, എന്താ വേണു ഈ ദുഃഖത്തിന്റെ കാരണം? പ്ലീസ്, അത് മാത്രം എന്നോട് ചോദിക്കരുത്. ആ ദുഃഖകഥ എന്റെ മനസ്സിൽ തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. സോറി, ഞാൻ ഹേർട്ട് ചെയ്തോ? ഒരിക്കലുമില്ല. വിധിയാണ് വലിയ രീതിയിൽ എന്നെ മുറിവേൽപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ ലക്ഷ്മിയോട് ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. കുട്ടി എനിക്ക് അന്യല്ലല്ലോ. ഒരു സന്ധ്യയ്ക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് പോലെ അവൾ എന്റെ ഹൃദയ കവാടം തുറന്നു വന്നു. തുളസി കതിറിന്റെ നൈർമല്യവും തുമ്പപ്പൂവിന്റെ വിശുദ്ധിയുമുള്ള രഞ്ജിത മേനോൻ. വിധി ബ്ലഡ് ക്യാൻസറിന്റെ രൂപത്തിലാണ് വന്നത്. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടി പോലെയാണ് ജീവിതമെന്ന് ഞാൻ അറിഞ്ഞു. ആ കുട്ടിയുടെ സിന്ദൂര പൊട്ടിന്റെ ഓർമ്മയ്ക്ക് ഞാൻ ഈ കടാപ്പുറത്തുകൂടി പാടി പാടി നടക്കും. സോറി, എന്റെ കഥ അറിയുമ്പോൾ ലക്ഷ്മിയും ദുഃഖിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. പോട്ടെ, നാളെ കാണണം. വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണോ, ചജും 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 തെരുക്കൂത്തുക്കും പാട്ടുക്കും താളഗതി വേണോ, ചജും 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 അട വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണോ, ചജും 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 തെരുക്കൂത്തുക്കും പാട്ടുക്കും താളഗതി വേണോ, ചജും 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 പല വാസലില്ല വീടോ ഒരു താളമില്ല കൂത്തൂ തട്ടി തരികിട തരികിട തതികിടത്തോ അട വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണം. നമ്മുടെ വേണുവിനെ സമ്മതിച്ചേ പറ്റൂ. എന്താടാ? അല്ല, ശോകഗാനങ്ങൾ പാടി ആർട്സ് ക്ലബ് സെക്രട്ടറി പെങ്കൊച്ചിനെ വലയിലാക്കുന്ന അവൻ പറഞ്ഞില്ലേ? അയ്യോ ലക്ഷ്മിയെ. അത് തന്നെ. ആ കുട്ടി ചാക്കിലായി കഴിഞ്ഞെന്ന് അവൻ പറയണേ. ലക്ഷ്മിയല്ല, അവളുടെ ചേച്ചിയെ വേണമെങ്കിലും പാട്ടുപാടി വളയ്ക്കാമെന്ന് അവൻ പറഞ്ഞോണ്ട് നടക്കണേ. ഇത്രയ്ക്ക് ദുർബല മനസ്സാണോടാ ലക്ഷ്മിയുടെ? എന്ന് വെച്ചാൽ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്നൊക്കെ ഒരുത്തൻ കണ്ണി ഉള്ളി വെച്ച് പാടുമ്പോ നേരെ വാ എന്നുള്ള പെൺകുട്ടികൾ വീണു പോകൂലേ? അത് വീണു. വേണു അവിടെ ഇന്ന് കണ്ടയില്ലല്ലോ. ഒരാഴ്ചക്കകം വേറെ 3 പെൺപിള്ളാരെ കൂടി കറക്കി എടുക്കാനുണ്ടെന്ന് അവൻ പറഞ്ഞത്. പെൺകുട്ടികളുടെ മനഃശാസ്ത്രം അറിയാവുന്നതുകൊണ്ട് എത്ര പേരെ വേണമെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാവുന്നതാണ്. ഇക്കണക്കിന് അവൻ ഇക്കാര്യത്തിൽ ഒരു റെക്കോർഡ് ഇട്ട് ഗിന്നസ് ബുക്കിൽ പേര് വരുത്തിയാലും അത്ഭുതപ്പെടാനില്ല. വാവാ. വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണം, ചജും 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 തെരുക്കൂത്തുക്ക് പാട്ടുക്ക് താളഗതി വേണം, ചജും ചജും കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും രണ്ടു കരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാരം പങ്കുവെക്കുവാനും കൂടെയിൽ ഒരാളും കൂട്ടിന്നു വേറെ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും രണ്ടു കരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാവെക്കുവാനും കൂടെയിൽ ഒരാളും കൂട്ടിന്നു വേറെ. ഇതിനൊക്കെ ചെരുപ്പുകൊണ്ട് അടികൊള്ളണം, അപ്പോഴേ യഥാർത്ഥ കണ്ണീർ കായലാവും. പാട്ടുപാടി വീഴ്ത്തി പോലും. താൻ ആരാ? യേശുദാസോ? ലക്ഷ്മി, ഞാൻ ഒന്നും പറയണ്ട. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. ഇപ്പോഴത്തെ പെമ്പിള്ളേരുടെ മനഃശാസ്ത്രമൊക്കെ മാറിപ്പോയി. ദുഃഖിച്ചിരിക്കുന്ന ഒരാളോട് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ എന്താ ദുഃഖത്തിനുള്ള കാരണം എന്ന് ചോദിച്ചു പോയി. അതോടെ തന്റെ വലയിൽ വീണു. ആണുങ്ങളെക്കാൾ ദയയും സഹാനുഭൂതിയും ഒക്കെ ഞങ്ങൾക്ക് കൂടുതലുണ്ടാവും എന്ന് കരുതി പെണ്ണുങ്ങളെല്ലാം മണ്ടികളാണെന്ന് വിചാരിക്കരുത്. വാ പിള്ളേരെ, ഇത് പോക്ക് കേസാ.
മിസ്റ്റർ കണ്ണീർ കായൽ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി. കണ്ണീർ കായലിൽ നീ വിഷമിക്കാതിരി. അവന്മാരുടെ കയ്യിൽ വെറും നാടൻ പാരകളല്ലേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നല്ല ഓട്ടോമാറ്റിക് പാരകൾ. ലക്ഷ്മി, നിങ്ങൾ മുകളിലോട്ട് വയ്ക്കോ. എന്തെങ്കിലും പറഞ്ഞ് അവന്മാരെ കൂടെ കൂട്ടിക്കൊണ്ടു പോകും. ഒരു രീതിയിലും ലക്ഷ്മി അവന്മാർ കാണരുത്. വയ്ക്കോ. ഒരു ചെറിയ കോളുണ്ട്, പറയാം. വാ വാ. കാര്യം പറ. എന്തുവാണ് കാര്യം പറ. എന്താന്നത്? എന്താ ഇത്? നിങ്ങൾക്ക് വിസ്കിയാണോ ബ്രാൻഡിയാണോ കൂടുതൽ എന്തായാലും വേണ്ട, തലയ്ക്ക് പിടിച്ചാൽ മതി. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചെലവ് ചെയ്യാൻ പോവാ. എന്ത് പറ്റിയ കണ്ണാ, നിങ്ങൾ പന്തയത്തിൽ ജയിച്ചടാ. യു ഹാവ് വൺ ദ ബെറ്റ്. സമ്മതിച്ചാ? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നെയും ലക്ഷ്മിയും പരസ്പരം അകറ്റി അല്ലേ? വേണു, ഞങ്ങൾ ആദ്യം അവൻ പറയട്ടെ. ഞാൻ പാട്ടുകൾ പാടുന്നത് ലക്ഷ്മിയെ വീഴ്ത്താനാണെന്ന് നിങ്ങൾ പറഞ്ഞു അവളോട് അല്ലേ? എന്താ സംഭവം? എന്താ? ഒന്നും പറയണ്ട. രഞ്ജിതാ മേനോനെ മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാം എന്ന് ആഗ്രഹിച്ചിരുന്നവനാ ഞാൻ. ലക്ഷ്മിയിൽ ഞാൻ രഞ്ജിതാ മേനോനെ കണ്ടെത്തി. നിഷ്കളങ്കയായ, ശാലീനയായ, സുന്ദരിയായ ആ കുട്ടിയും ഞാനും പരസ്പരം അകലാനാകാത്ത വിധം അടുത്തുപോയി. എല്ലാം നിങ്ങൾ തകർത്തു. ലക്ഷ്മി എന്റെ അടുത്ത് മടങ്ങി വന്നില്ലെങ്കിൽ ഐ വിൽ കമ്മിറ്റ് സൂയിസൈഡ്. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. എന്നാലെങ്കിലും നിങ്ങൾക്ക് തൃപ്തിയാവുമല്ലോ. ഇതാ നിങ്ങളുടെ പന്തയത്തിന്റെ രൂപ. കാശല്ല, എനിക്ക് സ്നേഹമാണ് വലുത്. സ്നേഹം. ലവ് ഇസ് ഗ്രേറ്റ്. നിങ്ങൾ ചെയ്ത് വലിയ ചതിവായി പോയി. തൃപ്തിയായല്ലോ. വാടാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്ത് പറ്റിയവനൊക്കെ? എന്തായാലും എന്താ, ഏതായാലും ഈ കാശ് കൊണ്ട് നമുക്ക് പൊടി പിടിക്കാം. ലക്ഷ്മി, അയ്യോ, ഇത് ചതി, കൊടും ചതി. ദ്രോഹികള്. വിജയം ആഘോഷിക്കാറായിട്ടില്ല മോനെ, ഞങ്ങൾക്ക് ഇനി സമയമുണ്ട്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. പന്തയം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. തോറ്റെന്ന് സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. ബെറ്റ് ലൂസ് ചെയ്തതിന്റെ പേരിൽ എന്ത് ചെയ്യാനും ഞാൻ റെഡിയാണ്. പക്ഷേ എന്നെയും ലക്ഷ്മിയും അകറ്റാൻ ഇനി നിങ്ങൾ ശ്രമിക്കരുത്. സത്യം പറഞ്ഞ തുറന്നു പറയാനുള്ള ചമ്മൽ കൊണ്ടാ ഇതുവരെ പറയാതിരുന്നു. ആ കുട്ടിയെ ആദ്യമായി കണ്ടപ്പം തന്നെ ഐ ഫെൽ ഫോർ ഹർ. ഇന്നിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. ഏതെങ്കിലും രീതിയിൽ ലക്ഷ്മി എനിക്ക് നഷ്ടപ്പെടുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും വയ്യ. ഈ കാര്യത്തിൽ നിങ്ങളുടെ മോറൽ സപ്പോർട്ട് എനിക്ക് വേണം, പ്ലീസ്. അളിയ, കളി വേറെ കാര്യം വേറെ. നീ ഇത്ര സീരിയസ് ആണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്നെ കീഴടങ്ങിയേനെ. ഇനിയിപ്പോ യാതൊരു പ്രശ്നവുമില്ല. ലക്ഷ്മിയെ സ്വന്തമാക്കാനുള്ള നിന്റെ എല്ലാ പരിശ്രമങ്ങൾക്കും ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട്. ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. ലക്ഷ്മി ചേച്ചി തന്നതായി കത്ത്. തെറ്റിദ്ധരിച്ചതിന് മാപ്പ്. എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ? സ്നേഹപൂർവ്വം ലക്ഷ്മി. എനിക്കിവിടെ ഗാനമേള ട്രിപ്പുള്ള കാര്യം അമ്മയ്ക്കും അമ്മാവനും ഒന്നും അറിയില്ല. ഇപ്പോഴും LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാ അവര് വിചാരിച്ചിരിക്കുന്നത്. കോഴ്സ് കഴിഞ്ഞു. കോഴ്സ് കഴിഞ്ഞിട്ട് കൊല്ലം 2 ഇതുവരെ ഒരു പരീക്ഷ പോലും എഴുതിയിട്ടില്ല. 3 കൊല്ലത്തെയും കൂടെ 24 പേപ്പർ എഴുതാനുണ്ട്. അതൊക്കെ ആലോചിച്ചാൽ തലയ്ക്ക് വട്ടുപിടിക്കും. കുഞ്ഞുനാൾ മുതലേ സംഗീതം എനിക്ക് ദൗർബല്യമായിരുന്നു. പാട്ട് കേട്ടാ ഞാൻ എല്ലാം മറക്കും. ഞങ്ങളുടെ ട്രൂപ്പിലുള്ള എല്ലാവരെയും കഥ ഇത് തന്നെ. എത്ര വലിയ ജോലി കിട്ടിയാലും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ത്രില്ലൊന്ന് വേറെ തന്നെ. മിനി വരുന്നുണ്ട്. എന്നാ ശരി, നാളെ കാണാം. ഓക്കെ. അല്ല, എന്താ ഒരു ഇത്? ഒന്നുമില്ല. ഉവ്വ് എടി പെണ്ണെ, കലാകാരനാ. അയാൾക്ക് ഇതൊക്കെ വെറും തമാശയായിരിക്കും. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല,
കൂട്ടുകാരോടുള്ള ഒരു പന്തയത്തിന്റെ പേരില ഈ അടുപ്പമൊക്കെ ഉണ്ടായത്. അത്രയും പ്രാധാന്യമേ നീയും ഇതിന് കൊടുക്കാവൂ. അല്ലാതെ അധികം ഇൻവോൾവ് ആയി കുഴിയിലൊന്നും ചെന്ന് ചാടരുത്. ആ, ഞാൻ പറഞ്ഞേ ഉള്ളൂ, നീ വാ. ആട്ടെ രാധേ, രാധ ഈ ജിൽമിൽ പക്ഷികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജിൽമിൽ പക്ഷിയോ? അതെന്ത് പക്ഷി? പറയാം. കൊക്കൊരുമാനും കൂടൊരുക്കാനും മോഹിച്ച് നീലിമല കാടുകളിലൂടെ പാറി നടന്ന ജിൽമിൽ പക്ഷി നെഞ്ചിനകത്ത് 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 കുരുന്നു മോഹങ്ങളെ താലോലിച്ച് കുരുന്നു മോഹങ്ങളെ താലോലിച്ച് വളർത്തുമ്പോഴും വരാനിരിക്കുന്ന ദുർവിധിയുടെ പടയൊരുക്കം അവള് കണ്ടില്ല. ദുർവിധിയുടെ പടയൊരുക്കം എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ. ഈ നാടകമൊന്നും നമുക്ക് ശരിയാവത്തില്ല. നീ ഒറ്റ ഒരുത്തൻ കാരണോ? നിനക്കത് പറയാം. ഗാനമേള മാത്രമായാൽ പ്രോഗ്രാമിന് ഒരു കൊഴുപ്പുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ നാടകം കൂടി സെറ്റപ്പ് ചെയ്ത് തന്നാൽ ഒരു പ്രോഗ്രാം തരാമെന്ന് ഫാദർ ഗീവർഗീസ് പറയുമ്പോൾ ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയും? വെറുതെ അല്ലല്ലോ, നാടകത്തിന് 500 രൂപ എക്സ്ട്രാ വരുന്നില്ലേ? നാടകം ശരിയാവില്ലെന്ന് തോന്നല. നോക്കിക്കോ, സ്റ്റേജിൽ വേണം ഒരു കലക്ക് കലക്കും. കലക്കും കലക്കും, നാട്ടുകാരായിരിക്കും കയറി കലക്കുന്നത്. വലിയ ചിരിയൊന്നും വേണ്ട. നിക്ക് നമുക്ക് ആദ്യം മുതൽക്കൊന്ന് റിഹേഴ്സൽ നോക്കാം. ടോണി, ഡയലോഗ് പറ. എന്റെ ഡയലോഗ്. രതീഷ്, മുണ്ട് താതറേ. രതീഷ്, നിന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി. രാധയുമായുള്ള നിന്റെ കല്യാണക്കാര്യമൊക്കെ എവിടം വരെയായി? ശ്രീധര, ഞാൻ ഭാഗ്യവാനാണ്. ഞാൻ ഭാഗ്യവാനാണ്. മനസ്സിൽ ചേക്കേറിയ വർണ്ണപുഷ്പങ്ങൾക്ക് സ്വർണ്ണ നിറമാകുമ്പോൾ ആഹ്ലാദിക്കാൻ. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് നിന്റെ കാര്യം പറഞ്ഞാ മതി. എന്നെ കൈയൊഴിയരുത് ചേട്ടാ, ഞാനൊരു അനാഥയാണ്. ക്ഷമിക്കൂ രാധ, രാധ എന്നെ മറക്കണം. കൊള്ളാം. പണക്കാരിയായ ഒരു പെണ്ണ് നിന്റെ വലയ വീണ് കഴിഞ്ഞപ്പോ നിനക്ക് അവളെ വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഭാവിയാണ് വലുത്. അപ്പോൾ രാധ, അവൾ നിനക്ക് ഏണിപ്പടി മാത്രമായിരുന്നു അല്ലേ? കലാരംഗത്ത് നിനക്ക് പിടിച്ചു കയറാൻ ഒരു ലാഡർ. ഉയർച്ചയുടെ പടവുകൾ കയറുമ്പോൾ കഴിഞ്ഞത് പലതും മറക്കേണ്ടി വരും. അതാണ് ജീവിതം. അപ്പൊ നീ എവിടെ കഴുത്ത് കെട്ടിയ താലിക്ക് ഒരു വിലയുമില്ലേ? താലിയോ? 50 പൈസ കൊടുത്താൽ കിട്ടുന്ന വെറും ഒരു ചരട് മാത്രമല്ലേ അത്? ചേട്ടാ, അയ്യേ! ലക്ഷ്മി, 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 എന്താണ് നടന്നതെന്ന് ഞാൻ പറയാം. ലക്ഷ്മി, ലക്ഷ്മി, നോക്കൂ, യഥാർത്ഥത്തിൽ സംഭവിച്ച എന്താണെന്നൊക്കെ ഞാൻ ഒന്ന് പറയട്ടെ. ഇത് നോക്ക് ലക്ഷ്മി, പ്ലീസ്. എനിക്കൊരു കാര്യം, ലക്ഷ്മി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ആരാ കുട്ടി ഇയാൾ? എനിക്കറിയില്ല അങ്കിൾ, കുറെ ദിവസമായി എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഓ, പൂവാലൻ. ഐ സീ. മിസ്റ്റർ, പഞ്ചാര അടിക്കരുത്, ആടി കൊണ്ട് നോന്നു. ബ്ലഡി ഫൂൾ. ആരോടാ സംസാരിക്കുന്നറിയോ? ഞങ്ങൾ ചെറുപ്പക്കാരും അമ്മി. അവൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ, എനിക്കറിയാം. വണ്ടി വീട്ടിലേക്ക് ആശുപത്രിയിൽ വിഷമിക്കാതിരി. അവനെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. പോകുന്ന വഴിക്ക് എന്നെ ഡിസ്പെൻസറിൽ ഒന്ന് ഡിസ്പോസ്. ഹലോ, ഹൂ ഈസ് സ്പീക്കിംഗ് പ്ലീസ്? ഞാനാ വേണു. ലക്ഷ്മി അല്ലേ? അല്ല.